Good morning. Okay, okay, Maria, Priya. Okay, Sambarnika, Relo. Okay, എല്ലാവർക്കും good morning. Okay, Shamsina, Fasna, Suma. Okay. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? Okay. വോട്ടൊക്കെ ചെയ്ത എല്ലാവരും നാളെ എനിക്ക് തൃശ്ശൂര് തൊട്ട് അങ്ങോട്ടേക്ക് നാളെയാണ് തോന്നുന്നു അല്ലേ വോട്ട്? ഓക്കെ, ബാക്കി എല്ലാവരും ചെയ്തിരുന്നോ? ഓക്കെ, ചെയ്തു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി. ഏതായിരുന്നു? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് മനസ്സിലാക്കി. അതൊരു ലീഗൽ റെക്കോർഡാണ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ അല്ലെ? ഓക്കെ, സ്റ്റാൻഡേർഡുകളെ പറ്റി മനസ്സിലാക്കി. പിന്നെ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെഡിക്കൽ റെക്കോർഡ് പോളിസികളാണ് അല്ലെ? അപ്പൊ പോളിസികളില് നമ്മൾ കുറച്ചധികം പോയിന്റുകളൊക്കെ പറഞ്ഞു. രജിസ്ട്രേഷൻ സംവിധാനത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ നമ്പറിംഗ് സിസ്റ്റം 6 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ എപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ? മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 6 ഡിജിറ്റ് നമ്പർ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആരൊക്കെയാണ് അത് ഫയൽ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഹെൽത്ത് സെന്ററിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ അയക്കുന്നത്, എങ്ങനെയാണ് ഒരു റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ? ഓക്കെ, അതുവരെയാണ് റെഫറൽ ഓഫ് എ പേഷ്യന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ വായിച്ചൊക്കെ നോക്കി എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാനേ, ഓൾ മ്യൂട്ട് ചെയ്യാനേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് ആണ് കേട്ടോ. അപ്പൊ റെഫറൽ ലെറ്ററിന്റെ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ 3 കോപ്പികളാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് എന്താണ് അവിടെ പറയുന്നത്? The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department. അത്രയുള്ള സെന്റൻസ്. Again പറയുന്നത് ആദ്യത്തെ പോയിന്റ് തന്നെയാണ്. In each clinic the name of the chief consultant should also be revealed എന്നൊക്കെ പറയുന്നത് സെയിം കാര്യം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്ന സമയത്ത്, നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കിടക്കുന്ന സമയത്ത് വലിയൊരു ബോർഡ് ഉണ്ടാവും അല്ലെ? വലിയൊരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിനകത്ത് അവിടെ ഏതൊക്കെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, കാർഡിയോളജി, പൾമണോളജി, അല്ലെങ്കിൽ നെഫ്രോളജി അല്ലെ, ഗാസ്ട്രോഎൻട്രോളജി, ഏതൊക്കെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ പേരുകളും അതിന്റെ എല്ലാത്തിന്റെയും ചീഫ് കൺസൾട്ടന്റ്, ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിലെ ചീഫ് കൺസൾട്ടൻസ്, അവരുടെ പേര്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ പൾമണോളജി ആണെങ്കിൽ പൾമണോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അവരുടെ ഹെഡ്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ വലിയൊരു നെയിം ബോർഡിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലേ? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലെ? കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മൾ കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ പോകുമ്പോൾ ഓരോ റൂമിന്റെ ഭാഗത്തായിട്ടും അവിടെ ഇരിക്കുന്ന ഡോക്ടറുടെ പേരും അവരുടെ ക്വാളിഫിക്കേഷൻ അടക്കം ആ ഒരു ബോർഡിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? കണ്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department. നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് കയറുന്ന ആ എൻട്രൻസിൽ തന്നെ, കാര്യം അവിടെ ചെല്ലുമ്പോൾ ആളുകൾ കയറി വരുന്നത് അങ്ങോട്ടേക്കാണ് അല്ലെ? അപ്പൊ അവർക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഏതൊക്കെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ചീഫ് കൺസൾട്ടൻസ് ആരൊക്കെയാണ് അല്ലെ? അത് ആരോട് ചോദിക്കാതെ തന്നെ അവർക്ക് ആ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അത്തരം സൗകര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതെല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്.
ഓക്കെ, അതാണ് അവിടെ പറയുന്ന ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്. അതിനകത്ത് വേറെ പോയിന്റുകളൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്തതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ആക്സിഡന്റ് എമർജൻസി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. അവിടെയും ശ്രദ്ധിക്കണം. ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്, the first copy is kept in the casualty department. Second copy is presented by the patient in the pharmacy to get the medications. And third copy is kept by the patient. Okay. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം റെഫറൽ സിസ്റ്റം, റെഫറൽ ഫോംസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 3 കോപ്പികളാണ്, 3 ഫോംസ് ആണ് ജനറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ 3 ഫോംസുകളാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ 3 ഫോംസുകളാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് കോപ്പി ഈസ് കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് തന്നെയാണ് എന്ത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ഓർത്ത് വെക്കാം, ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ നമ്മൾ 3 എണ്ണമാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതില് ആദ്യത്തെ കോപ്പി, ഫസ്റ്റ് കോപ്പി എവിടെ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ, ഓരോ കോപ്പികൾ എവിടെയാണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് കോപ്പി ദാറ്റ് ഇസ് കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് ഒരു കോപ്പി സൂക്ഷിക്കുന്നത്. സെക്കൻഡ് കോപ്പി വന്നിട്ട് പ്രസന്റഡ് ബൈ ദ പേഷ്യന്റ് ഇൻ ദ ഫാർമസി ടു ഗെറ്റ് ദ മെഡിക്കേഷൻസ്. രണ്ടാമത്തെ കോപ്പി പേഷ്യന്റ് എവിടെ സബ്മിറ്റ് ചെയ്യും, ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, മരുന്നുകൾ ലഭിക്കാനായിട്ട് അല്ലെ, മെഡിക്കേഷൻസ് ലഭിക്കാനായിട്ട്. Then third copy is kept by the patient. മൂന്നാമത്തെ കോപ്പി പേഷ്യന്റ് അവരുടെ കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 ആക്സിഡന്റ് എമർജൻസി ഫോംസുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കോപ്പി കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആദ്യത്തെ കോപ്പി സൂക്ഷിക്കുന്നു. രണ്ടാമത്തെ കോപ്പി പേഷ്യന്റ് ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യുന്നു മരുന്നുകൾ ലഭിക്കാനായിട്ട്. തേർഡ് കോപ്പി പേഷ്യന്റ് അവരുടെ സ്വന്തം കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നോക്കാം. The second and third copies become part of the main patient file if this patient is admitted to either an outpatient or an inpatient service. അതില് 2ഉം 3ഉം കോപ്പികൾ, രണ്ടാമത്തെ കോപ്പി എവിടെയെന്ന് പറഞ്ഞത് ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞു, മൂന്നാമത്തെ കോപ്പി പേഷ്യന്റിന്റെ കയ്യിലാണ്. അപ്പൊ ആ 2ഉം 3ഉം കോപ്പികള് അത് പേഷ്യന്റിന്റെ ഫയലിന്റെ ഭാഗമായിട്ട് മാറും, എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ ഭാഗമാക്കി മാറും. എപ്പോഴാണ് ഈ ഒരു പേഷ്യന്റ് ഒരു ഇൻപേഷ്യന്റ് ആയിട്ടോ ഔട്ട് പേഷ്യന്റ് ആയിട്ടോ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത്, ഇപ്പൊ അഡ്മിറ്റ് ആക്കപ്പെട്ടാലും അതല്ല ഔട്ട് പേഷ്യന്റ് ആയിട്ട് കൺസൾട്ട് ചെയ്ത് പോവുകയാണെങ്കിലും അവരുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് ആ 2ഉം 3ഉം കോപ്പികൾ സൂക്ഷിച്ചു വെക്കും. അതായത് അവരുടെ മെഡിക്കൽ റെക്കോർഡിങ് നമ്മൾ സൂക്ഷിച്ചു വെക്കും. പിന്നെ കിടക്കുന്നത് ഫസ്റ്റ് കോപ്പിയാണ്. ഫസ്റ്റ് കോപ്പി എവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്, ഫസ്റ്റ് കോപ്പി ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ആദ്യത്തെ കോപ്പി നമ്മൾ എവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് നമ്മൾ കെപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യങ്ങള്? ഇനി നോക്കിയേ, ഇഫ് എ പേഷ്യന്റ്, ഓക്കെ അത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ 3 കോപ്പി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല. 3 കോപ്പി ജനറേറ്റ് ചെയ്യുന്നു, ഒരു കോപ്പി കാഷ്വാലിറ്റിയിൽ സൂക്ഷിക്കുന്നു, രണ്ടാമത്തെ കോപ്പി നമ്മൾ ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ കോപ്പി പേഷ്യന്റിന്റെ കയ്യിലും സൂക്ഷിക്കുന്നു. ഇനി ഈ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിലും, ഇനി അതല്ല അയാൾ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്ന് കൺസൾട്ടേഷൻ കഴിഞ്ഞ് പോവുകയാണെങ്കിലും അവർക്കൊരു റെക്കോർഡ് ഉണ്ടല്ലോ, മെഡിക്കൽ റെക്കോർഡ്. ആ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമാക്കി 2ഉം 3ഉം കോപ്പികൾ അതിനോട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കുക കേട്ടോ. ഒന്നാമത്തെ കോപ്പി എവിടെ തന്നെയാണ്, കാഷ്വാലിറ്റിയിൽ തന്നെയാണ്, അവിടെ മാറ്റമൊന്നുമില്ല. ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് റെക്കോർഡ് ഇൻ ദ ഹോസ്പിറ്റൽ and the casualty medical officer wants to inspect the medical record, the medical record department should pass on the recording. അതായത് ഒരു പേഷ്യന്റ്, ആ ഒരു പേഷ്യന്റ് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ റെക്കോർഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തുണ്ടാവും, ആ ഹോസ്പിറ്റലിൽ റെക്കോർഡ് ഉണ്ടാവും അല്ലെ, അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ UHIP നമ്പറിൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കും.
അപ്പൊ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരു റെക്കോർഡ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഒരു പേഷ്യന്റിനെയാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന്റെ എമർജൻസി സിറ്റുവേഷൻ അതേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നീട് പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി ഹോസ്പിറ്റലിൽ വരുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വാണ്ട്സ് ടു ഇൻസ്പെക്ട്. അപ്പൊ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് അവരുടെ റെക്കോർഡ് പരിശോധിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് ആ റെക്കോർഡ് അവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് പാസ് ഓൺ ദ റെക്കോർഡ് ടു ഹിം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ രോഗിയുടെ റെക്കോർഡ് ആർക്ക് കൊടുക്കേണ്ടത്? ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ആ ഹോസ്പിറ്റലില് ഓൾറെഡി മെഡിക്കൽ റെക്കോർഡ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എമർജൻസി പറ്റി അതേ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഓൾറെഡി ഇദ്ദേഹത്തിന് അവിടെ റെക്കോർഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആ ഒരു റെക്കോർഡ് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന പക്ഷം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഒരു റെക്കോർഡ് ആർക്ക് കൈമാറേണ്ടത്? ചീഫ് മെഡിക്കൽ ഓഫീസർ, സോറി കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് കൈമാറേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നോക്കാം. ഇനി all diagnostic investigation reports of a casualty patient are affixed to the casualty form. അതുപോലെ കാഷ്വാലിറ്റിയിലുള്ള പേഷ്യന്റിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് റിപ്പോർട്ടും എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ ആ ഒരു കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം, അറ്റാച്ച് ചെയ്യണം. അതായത് നമ്മൾ ഒരു ഫോം ഉണ്ടല്ലോ, ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റിന്റെ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ, അതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കണം. ആ കാഷ്വാലിറ്റിയിലുള്ള പേഷ്യന്റിന്റെ എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ ആ ഒരു കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തതോ, the reports become part of the main patient file if a patient is referred as either an outpatient or an inpatient. മാത്രമല്ല ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും ഈ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളുള്ളൂ കേട്ടോ. വേറെ ഒരു പോയിന്റ് അതിനകത്ത് പറയുന്നത്. അപ്പൊ 3 ഫോംസുകൾ ജനറേറ്റ് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റിയില്, സെക്കൻഡ് കോപ്പി ഫാർമസിയിൽ മെഡിക്കേഷൻസ് ലഭിക്കാൻ സബ്മിറ്റ് ചെയ്യുന്നു, തേർഡ് കോപ്പി പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നു. അതിൽ സെക്കൻഡും തേർഡും കോപ്പികൾ പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഓൾറെഡി റെക്കോർഡ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അപ്പൊ ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് അവരുടെ റെക്കോർഡ് പരിശോധിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് അവർക്ക് പാസ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്ത് വെക്കണം. ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും ഇന്ത്യയിൽ നമ്മൾ കീപ്പ് ചെയ്യും, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്മിഷൻ ഓഫീസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അഡ്മിഷൻ ഓഫീസിനെ പറ്റിയിട്ട് നോക്കാം. The admission office will be in working around the clock and is responsible for the admission of patients, for the maintenance of the bed occupancy box, and for the safekeeping of patients' property if there is any absence of a patient's relative. അതായത് നമ്മുടെ അഡ്മിഷൻ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രജിസ്ട്രേഷൻ സംവിധാനം പോലെ തന്നെയാണ്, 24 hour പ്രവർത്തിക്കണം എന്ന പോലെ തന്നെയാണ് അഡ്മിഷൻ ഓഫീസും. എന്താണ്? ദാറ്റ് വിൽ ബി ഇൻ വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. അത് ത്രൂ ഔട്ട്, ദാറ്റ് മീൻസ് 24 hour പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസാണ് അഡ്മിഷൻ ഓഫീസ്. കാര്യം അറിയാലോ, എപ്പോഴാണ് പെട്ടെന്ന് അഡ്മിഷൻ കേസുകൾ വരാമെന്ന് പറയാൻ പറ്റില്ല അല്ലെ. രജിസ്ട്രേഷൻ സിസ്റ്റം 24 hour പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അറൌണ്ട് ദ ക്ലോക്കും പ്രവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എന്തായിരിക്കും? റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യന്റിന് അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെന്താണ്? ഫോർ ദ മെയിൻ്റനൻസ്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഓക്യുപ്പൻസി ബോർഡ്, ബെഡ് ഒക്യുപ്പൻസി ബോർഡ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ അഡ്മിഷൻ എടുക്കുന്നത്
ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അല്ലെ. അപ്പൊ എത്ര ബെഡ്സുകൾ അവൈലബിൾ ആണ്, എത്ര ബെഡ്സുകൾ ഒക്യുപ്പൈഡ് ആണ്, എത്ര ബെഡുകൾ ഇനി വേക്കന്റ് ആവും, ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം അല്ലെ. അത് അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മെയിന്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. ബെഡ് ഒക്യുപ്പൻസി ബോർഡ് എന്ന് വെച്ചാൽ ബെഡിന്റെ അവൈലബിലിറ്റിയും മറ്റും എഴുതി വെക്കുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ബോർഡുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം എത്ര ബെഡുകളൊക്കെ അവൈലബിൾ ഉണ്ട്, എത്ര അതില് ഒക്യുപ്പൈഡ് ആണ്, ഇനി എത്ര ബാലൻസ് ഉണ്ട്. ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ആ ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് അഡ്മിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അഡ്മിഷൻ എടുത്തിട്ട് പേഷ്യന്റിന് ബെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ബെഡ് ഒക്യുപ്പൻസി ബോർഡുകൾ കറക്റ്റ് ആയിട്ട് മെയിന്റനൻസ് മെയിൻറ്റെയിൻ ചെയ്യാം, അപ് ടു ഡേറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, സേവ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് എ പേഷ്യൻസ് റിലേറ്റീവ്. ഇനി പേഷ്യൻസിന്റെ റിലേറ്റീവ്സുകളുടെ ആബ്സെൻസില് അവരുടെ പ്രോപ്പർട്ടീസുകള് സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്, അഡ്മിഷൻ ഓഫീസിന് ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്ന് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം, ബെഡ് ഒക്യുപ്പൻസി ബോർഡുകൾ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ചെയ്യാം. അതുപോലെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സുകള് അസാന്നിധ്യത്തിൽ അത് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ, പേഷ്യന്റിന്റെ വസ്തുവകകളും മറ്റുമൊക്കെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ആർക്കുണ്ട്, അഡ്മിഷൻ ഓഫീസിനുണ്ട്. അപ്പൊ ആ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, മെയിന്റനൻസ് ഓഫ് ബെഡ് ഒക്യുപ്പൻസി ബോർഡ്, സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് ദ പേഷ്യൻസ് റിലേറ്റീവ്. ഓക്കെ, ഇതാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അടുത്തതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. എന്താണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. ആ പേഷ്യന്റിന് ഒരു സിവിയർ കണ്ടീഷൻ ആണ്, അവർ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് അവിടെ ബെഡിന്റെ അവൈലബിലിറ്റി ഇല്ലാന്ന് വിചാരിക്കുക. ബെഡിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന ഹോസ്പിറ്റല് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടും. ഓക്കെ, ബെഡ് അവൈലബിലിറ്റി ഉള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പറഞ്ഞ് അവരെന്നോട്ടേക്ക് പറഞ്ഞേക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നിലവിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിഷൻ പറഞ്ഞ പേഷ്യന്റ് ആയിരിക്കും. ചിലപ്പോൾ അവിടെ അഡ്മിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ എന്ത് ചെയ്യും, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അത് ഡയറക്റ്റ് അഡ്മിഷൻ ആയിട്ടാണ്, ഡയറക്റ്റ് പുതിയ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തിട്ടാണ് അവരങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഡയറക്റ്റ് അഡ്മിഷൻ കേസുകളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ വായിക്കാം. The ward manager in charge is liable for registering the case in the admission office within 2 hours. 2 hours ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. 2 hours of the patient's admission to the ward. അങ്ങനെ നമ്മുടെ വാർഡിലോട്ട് ഡയറക്റ്റ് അഡ്മിഷൻ ആയിട്ട് വരുന്ന കേസുകള് അത് എന്ത് ചെയ്യണം, വിത്തിൻ ആ പേഷ്യന്റ് അഡ്മിഷൻ വാർഡിലേക്ക് അഡ്മിഷൻ വന്നിട്ട് വെറും ഈ പറഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു കേസ് അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്, വാർഡ് മാനേജറാണ്. അതായത് വാർഡ് മാനേജറാണ് കേട്ടോ. ക്ലിയർ ആയി പറഞ്ഞതാണ്. ഡയറക്റ്റ് അഡ്മിഷൻ വരുന്ന കേസുകളാണെങ്കിൽ അവരെ വാർഡിലോട്ട് അഡ്മിറ്റ് ചെയ്തതിന്, ഇപ്പൊ പുതിയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് ഡയറക്റ്റ് അഡ്മിഷൻ പറഞ്ഞെത്തുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്, ആർക്കാണ് അതിന്റെ ലൈബിലിറ്റി ഉള്ളത്, വാർഡ് മാനേജർക്കാണ്. ഏത് വാർഡിലേക്കാണോ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തത് ആ വാർഡ് മാനേജർ വിത്തിൻ 2 hours തന്നെ ആ കേസ് അഡ്മിഷൻ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് കേട്ടോ, അടുത്തത് വരുന്നതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. അബ്സ്കോണ്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞ എന്താ, ഒളിച്ചോടി പോവാന്നുള്ള അർത്ഥമാണ് അല്ലെ. അബ്സ്കോണ്ട് ചെയ്ത് പോവാന്ന് വെച്ചാൽ ഒളിച്ചോടി പോവുക, കണ്ണു വെട്ടിച്ചു പോകുന്ന ആളുകളൊക്കെ ഇല്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അബ്സ്കോണ്ടഡ് പേഷ്യൻസ് അവരുടെ കാര്യത്തിൽ എന്താണെന്ന് നോക്കാം. ഇൻഫർമേഷൻ അബൌട്ട് absconded patients who ran away must be recorded in the patient's file with the details regarding the date and time the patient was found to be missing from the ward. Okay, അപ്പൊ നമ്മള് അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ആണെന്ന് വിചാരിക്കാം.
ഓടിപ്പോകുന്ന പേഷ്യൻസ് ആണ്, ആരും കാണാതെ ഓടിപ്പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡ്, പേഷ്യന്റിന്റെ ഫയൽ തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡിനകത്ത് കൃത്യമായിട്ട് നമ്മൾ അത് രേഖപ്പെടുത്തിയിരിക്കണം. വിത്ത് റിഗാർഡിംഗ് എന്തെയും ഇവിടെ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ഡേറ്റ് ആൻഡ് ടൈം ദ പേഷ്യന്റ് വാസ് ഫൗണ്ട് ടു ബി മിസ്സിംഗ് ഫ്രം ദ വാർഡ്. അവരെ വാർഡിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ഒരു ഡേറ്റ് മിസ്സായതായിട്ട് നമ്മൾ കരുതുന്ന ആ ഒരു ഡേറ്റും ടൈമും ഉൾപ്പെടെ ആ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങള് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഡേറ്റും ടൈമും അനുസരിച്ച് എപ്പോ തൊട്ടാണോ അവർ മിസ്സിംഗ് ആയ ആ ഒരു ഡേറ്റും ടൈമും ടൈമും കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. The treating physician must note and sign the record properly. അത് മാത്രമല്ല, അവര് ചികിത്സിച്ചിരുന്ന ട്രീറ്റിംഗ് ഡോക്ടർ ആരാണോ അവരത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, അത് റെക്കോർഡിനകത്ത് സൈൻ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, the matter to be conveyed to the police. ആ വിവരം എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അബ്സ്കോണ്ട് ചെയ്യുന്ന പേഷ്യന്റിന്റെ കേസ് മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെപ്പോഴാണോ മിസ്സായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു ഡേറ്റും ടൈമും ഉൾപ്പെടെ അവരുടെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ആ ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തും. അത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് സൈൻ ചെയ്തിരിക്കണം. എത്രയും പെട്ടെന്ന് ആ വിവരം ആരെ അറിയിച്ചിരിക്കണം, പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അഥവാ AMA. നമ്മൾ രാമ ഡാമ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. AM എന്താണ്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പൊ നമ്മള് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റലിൽ പഠിച്ചപ്പോ അവിടെ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് ഏതെങ്കിലും രോഗികള് ഹോസ്പിറ്റലിൽ വിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്താണ് ഈ പറയുന്ന എഗെയിൻസ്റ്റ് അല്ലെ ഡാമ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ ആ ഒരു ഫോം നമ്മൾ അവരുടെ മുമ്പിൽ കൊടുക്കും, അവർക്ക് കൊടുക്കും. അവര് എന്നിട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട കക്ഷിയുടെയോ സിഗ്നേച്ചർ വാങ്ങും എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. AMA പ്രൊസീജിയർ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ അവിടെ പറഞ്ഞു. ഈ സെയിം കാര്യം തന്നെയാണ്. The patient who discharged themselves from the hospital against the advice of the treating physician should be treated a discharged. Discharged ആയിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കുക. അതായത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകുന്ന, അതായത് വേണ്ട അവിടുന്ന് വിട്ടുപോകാൻ തയ്യാറുള്ള സ്വയം ഡിസ്ചാർജ് ആകുന്ന പേഷ്യൻസുകൾ ഉണ്ടായിരിക്കും. അത്തരം പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടാണ് ഇതിന് രേഖപ്പെടുത്തുക, മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്താം. ഓക്കെ, ഇതെന്തായിട്ടാണ് ഡിസ്ചാർജിനായിട്ട് തന്നെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇറ്റ് ഷുഡ് ബി മേഡ് ഷുവർ ദാറ്റ് the signature or the patient or his or her nearest relative is obtained in the specified form. അപ്പൊ ആ ഒരു ഫോമില് ഒന്നുകിൽ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റീവിന്റെ സിഗ്നേച്ചർ ആ ഒരു ഫോമില് വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് ലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജിനായിട്ട് തന്നെ നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അത് മാത്രമല്ല ആ AMA പ്രൊസീജിയറിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റിലേറ്റീവ്സിന്റെയോ അവരുടെ സിഗ്നേച്ചർ കൃത്യമായിട്ട് അവിടെ വാങ്ങിച്ചിരിക്കണം. കാര്യം ഇതിൽ വിട്ടുപോയിട്ട് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അലിഗേഷൻസ് ആർക്കെതിരെ വരാൻ പാടില്ല, ഹോസ്പിറ്റലിനെതിരെ വരാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ സിഗ്നേച്ചർ വാങ്ങുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് ശ്രദ്ധിക്കാം. എനി പേഷ്യന്റ് who wants to make a statement before his death, such a statement should be recorded in the patient's file in the presence of a magistrate. Full stop. ആ മജിസ്ട്രേറ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് ഇപ്പൊ ചില രോഗികൾക്ക് അവർക്ക് മരണമൊഴി കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ എന്തെങ്കിലും കൊലപാതകങ്ങളോ ആത്മഹത്യ അങ്ങനെ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയിട്ട് മരണമൊഴി രേഖപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവര് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ആ മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. അതും ആരുടെ സാന്നിധ്യത്തിലാണ്? ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. എന്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കണം അവരുടെ മരണമൊഴി ഇതിൽ രേഖപ്പെടുത്തേണ്ടത്, മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, അതായത് ഒരു മരണമൊഴി രേഖപ്പെടുത്തേണ്ടത് ആരുടെ സാന്നിധ്യത്തിലാണ്? മജിസ്ട്രേറ്റിന്റെ
പ്രസൻസിലാണ്. ഇനിയിപ്പോ എല്ലായ്പ്പോഴും മജിസ്ട്രേറ്റ് ഉണ്ടാവുന്ന നിർബന്ധമില്ല. അപ്പൊ എന്ത് ചെയ്യും? അതാണ് അടുത്ത് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തിന് ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ദ ഡിക്ലറേഷൻ ക്യാൻ ബി റെക്കോർഡഡ് in the presence of 3 persons that include treating physician, nurse and the hospital administrator or his representative. കണ്ടോ? മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തില് ആരുടെ പ്രസൻസിലാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്? 3 പേരാണ്. ഒന്ന് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ, പിന്നെ നഴ്സ്, പിന്നെ വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ആ ഒരു റെപ്രസെന്റേറ്റീവ്. ഇവരുടെ 3 പേരുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന മരണമൊഴി രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ഇത് രണ്ടും ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ ഒരു മരണമൊഴി രേഖപ്പെടുത്തേണ്ടത് ആരുടെ പ്രസൻസിലാണ്? അത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ്, അങ്ങനെ എടുത്തു ചോദിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തില് ആരുടെ പ്രസൻസിലാണ് സൈൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തുന്നത് വെച്ചാൽ 3 പേരാണ്. ഒന്ന് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, 2 നഴ്സ്, then hospital administrator or its representative. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് പോളിസികൾ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ. 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന എമർജൻസി ഡെലിവറി കേസുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നോക്കണം. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഇൻപേഷ്യന്റിന്റെ റിപ്പോർട്ട് ആരാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്, അതുപോലെ ഔട്ട് പേഷ്യന്റ് റിപ്പോർട്ടുകൾ എന്ത് പേരിൽ ആരാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്, അതൊക്കെ ഇതിന് നോട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഹെൽത്ത് സെന്ററിൽ നിന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. 3 ഫോംസുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി ഫോമുകളും 3 എണ്ണമാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓരോന്ന് എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന പേഷ്യന്റിന് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡിസ്ചാർജിലല്ല, അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തണം. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്, അതായത് AMA ആയിട്ട് പോകുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഡിസ്ചാർജിലായിട്ട് കണക്കാക്കുന്നത്. പിന്നെ നമ്മളൊരു പേഷ്യന്റിന്റെ മരണമൊഴി രേഖപ്പെടുത്തേണ്ടത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തിന് 3 പേരുടെ പ്രസൻസിൽ, ദാറ്റ് മീൻസ് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് നോക്കാം കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് പോളിസികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് പൂർത്തീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Physicians have to complete the records before the discharge of a patient wherever possible. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫിസിഷ്യൻ ഉള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതായത് നമ്മൾ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ, കഴിവതും ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവരുടെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആരാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഫിസിഷ്യൻ ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആരാണോ, ഫിസിഷ്യൻ ആരാണോ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? കഴിയാവുന്നിടത്തോളം ഡിസ്ചാർജിന് മുമ്പായിട്ട് തന്നെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിഷ്യൻ ആണ് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. Otherwise, they have to visit the medical record department continually to inspect all these discharged records for the completion. ഇനി നമ്മൾ പറഞ്ഞല്ലോ, പരമാവധി ഡിസ്ചാർജിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി അല്ലാത്ത പക്ഷം നമുക്ക് ഡിസ്ചാർജിന് മുൻപായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഫിസിഷ്യൻ ഡെയിലി എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്ത് ഈ പറയുന്ന ഡിസ്ചാർജ് ചെയ്യപ്പെട്ട എല്ലാ റെക്കോർഡിനും കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എടുത്തിരിക്കണം. പൊതുവെ പറയുന്നത് ഡിസ്ചാർജിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് ശരിക്കുള്ള ഓപ്ഷൻ. അതാണ്
ഇൻ കേസ് ഇപ്പൊ ഡിസ്ചാർജിന് മുമ്പ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫിസിഷ്യൻ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ വിസിറ്റ് ചെയ്ത് ആ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യന്റിന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ടാസ്കുകളും അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. The patient's record must not have been kept incomplete for more than 30 days. 30 days എന്നുള്ളതും ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാല് ഒരു മെഡിക്കൽ റെക്കോർഡ് 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. 30 days ആണ് കേട്ടോ, 30 ആണ് കേട്ടോ, 13 അല്ല 30 ആണ് കേട്ടോ, 30 days. ഓക്കെ, പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഫിസിഷ്യൻ ആണ്. ഇനി എത്ര ദിവസം കൊണ്ടാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 30 daysനുള്ളിൽ. ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോഡിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ് നോക്കൂ. ഓൾ ദി പേഷ്യന്റ് റെക്കോർഡ്സ് that include outpatient and inpatient cases have to code according to the latest international classification of disease and operations. ആ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ICD എന്നാണ് നമ്മൾ അതിനെ ചുരുക്കി പറയാം. എന്താണ് പറയാ? ICD കേട്ടോ. ICDയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ്. ICD കോഡിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് ICD എന്ന് പറഞ്ഞാൽ? ഇത് വേറൊരു ചാപ്റ്ററിനകത്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ. ICD ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ അതാണ് എടുക്കേണ്ടത്. അതിനകത്ത് വരുന്നുണ്ട് ICD കേട്ടോ. അതായത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറയുന്ന രോഗങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, രോഗികളിൽ ചെയ്യുന്ന നടപടിക്രമങ്ങള്, രോഗനിർണയങ്ങള്, ഇതെല്ലാം തന്നെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബലി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കോഡാണ് അത്. ഒരു മാനദണ്ഡം, ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്? ICD കോഡിംഗ് എന്ന് പറയുന്നത്. ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻ. അതായത് നമ്മൾ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങള്, അതുപോലെ രോഗനിർണയങ്ങള്, രോഗിയിൽ നമ്മൾ ചെയ്യുന്ന നടപടിക്രമങ്ങള്, ഇതെല്ലാം തന്നെ ആഗോള തലത്തിൽ നമ്മൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡത്തെ രേഖപ്പെടുത്താനായിട്ട്, അത് തരംതിരിക്കാനായിട്ട് നമ്മൾ ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമാണ് ICD കോഡിംഗ് എന്നാണ് നമ്മൾ പറയാം. അതിന് ഓരോ അസുഖത്തിനെയും ഓരോ നടപടിക്രമങ്ങളും ഓരോ ഡയഗ്നോസിസിനെ വരെ നമ്മൾ ഓരോ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത് കേട്ടോ. അതിന് ICD കോഡിംഗ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അതനുസരിച്ച് എല്ലാ ഇൻപേഷ്യന്റിന്റെയും ഔട്ട് പേഷ്യന്റിന്റെയും മെഡിക്കൽ റെക്കോർഡുകൾ കോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. കോഡ് ചെയ്തിരിക്കണം. ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ്, പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് into the universal medical alphanumeric codes. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പ്രൊസീജിയറുകൾ ആയിക്കോട്ടെ, മെഡിക്കൽ സർവീസസുകൾ ആയിക്കോട്ടെ, അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, ഇവയെല്ലാം തന്നെ ആൽഫാ ന്യൂമറിക് കോഡ്സുകൾ ഉപയോഗിച്ച് നമ്മൾ രേഖപ്പെടുത്തുക. ആൽഫാ ന്യൂമറിക് കോഡ്സ് എന്ന് വെച്ചാൽ ആൽഫബറ്റ്സും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ലെറ്റേഴ്സും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ A01 എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആൽഫ ന്യൂമറിക് കോഡാണ്. A എന്ന ആൽഫബറ്റും ഉണ്ട്, നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് A01 എന്ന് പറഞ്ഞിട്ട് ഏത് രോഗത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, A02 അങ്ങനെ ഓരോ രോഗത്തിനുണ്ട്. ഓരോ രോഗത്തിന് മാത്രമല്ല, ഓരോ പ്രൊസീജിയറിനായിക്കോട്ടെ, ഓരോ മെഡിക്കൽ ഡയഗ്നോസിസിനായിക്കോട്ടെ, എല്ലാത്തിനും തരംതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ICD കോഡിംഗ് എന്ന് പറയുന്നത്. ഈ ICD കോഡിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കോഡ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ. റെക്കോർഡ്സുകൾ മിസ്സാവുന്ന കേസിൽ നമ്മൾ പൊതുവെ പറയുന്നത് റെക്കോർഡുകളൊക്കെ ഒരു 3 വർഷം വരെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. പണ്ടെന്നൊക്കെ പറയുമ്പോൾ പേപ്പർ മെഡിക്കൽ റെക്കോർഡായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് എല്ലാം സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ
നമുക്ക് എല്ലാം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് സാധിക്കും. പണ്ട് പക്ഷെ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഒരു റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. നോക്കാം. Some percentage of files do not find in the specific place where they are assumed to be. This could be owing to non-receiving, not keeping in the proper place and wrongly filing. അതായത് ചിലപ്പോഴെങ്കിലും ചില ഫയലുകൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഒരു പക്ഷെ നമുക്ക് റെക്കോർഡുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ദാറ്റ് മീൻസ് റെക്കോർഡുകൾ മിസ്സായി പോകാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിസ്സിംഗ് കേസുകൾ ഉണ്ടാകുന്നത്? This could be owing to non-receiving. ചിലപ്പോൾ അവർ മെഡിക്കൽ റെക്കോർഡുകൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡുകൾ റിസീവ് ചെയ്യാത്തത് കൊണ്ടാവാം. അതുമല്ലെങ്കിൽ നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ്, ശരിയായ സ്ഥലത്ത് ചിലപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുമല്ലെങ്കിൽ റോങ്ലി ഫയലിംഗ്, തെറ്റായ രീതിയിലായിരിക്കും അത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. 3 ചാൻസസ് ആണ് മിസ്സാവാനായിട്ടുള്ള കാരണം. ഒന്നെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ റെക്കോർഡ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, അതിന് ശരിയായ സ്ഥലത്ത് നമ്മൾ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല, തെറ്റായ രീതിയിലായിരിക്കും ചിലപ്പോൾ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെ കാരണം കൊണ്ട് പലപ്പോഴും റെക്കോർഡുകൾ മിസ്സായിട്ട് പോകുന്ന ചാൻസസ് ഉണ്ടാകാറ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? In such circumstances, when a patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. അത്തരം സാഹചര്യത്തിന് നമുക്കൊരു ഔട്ട് പേഷ്യന്റിന്റെയോ ഇൻപേഷ്യന്റിനോ നമുക്ക് സേവനങ്ങൾ കൊടുക്കാനായിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് കൂടാതെ നമുക്ക് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ് അതിനുള്ളൊരു ഫോർമുല എന്താണെന്ന് നോക്കിയേ. The MRO might be able to get back them later, but at that stage the only opinion left for him to create a duplicate record with a similar number and with all earlier ID data. അപ്പൊ അത്തരം സാഹചര്യം വരുമ്പോൾ നമ്മുടെ MRO ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. MRO ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പോ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് ഒരു പക്ഷേ മിസ്സായിട്ടുള്ള റെക്കോർഡുകൾ അവർക്ക് തിരികെ ലഭിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾ തെറ്റായിട്ട് വേറെ എവിടെയെങ്കിലും ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മിസ്സായി പോയിട്ടുണ്ടാവാം. പക്ഷെ പിന്നീടാണെങ്കിലും മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് അത് തിരിച്ചു ലഭിക്കാം. പക്ഷെ അത്തരം സിറ്റുവേഷനില് നമ്മൾക്ക് ആകെ ചെയ്യാവുന്ന ഒരു മാർഗം എന്താണെന്ന് അറിയാമോ? അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അതായത് മിസ്സായിട്ടുള്ള റെക്കോർഡിന്റെ അതേ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ ഉപയോഗിച്ച് അതേ ഡാറ്റകൾ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരികയാണ്, നമുക്കത് തപ്പിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ മിസ്സായ റെക്കോർഡ് നമ്പർ ഏതാണോ അതേ റെക്കോർഡ് നമ്പറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അതേ ഡാറ്റകൾ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? The duplicate record should be kept by the MRO without filing and promptly should trace out the original records and combine all this form of duplicate record into original record and then the record must be found. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് കീപ്പ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ്. MRO ആണ് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്ത് വെക്കുന്നില്ല? ഫയൽ ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. ഫയൽ ചെയ്ത് വെക്കുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യും. അതിനുശേഷം ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലെ എല്ലാ വിവരങ്ങളും ഒറിജിനൽ റെക്കോർഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആര് കീപ്പ് ചെയ്യും? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ കീപ്പ് ചെയ്ത് വെക്കുക. അതൊരിക്കലും ഫയൽ ചെയ്ത് അദ്ദേഹം വെക്കുന്നില്ല, കീപ്പ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിയുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലെ വിവരങ്ങളും കൂടെ ഒറിജിനൽ റെക്കോർഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് അത് ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഫയൽ ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് അവിടെ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മിസ്സിംഗ് വരുമ്പോ എന്താണ് ചെയ്യുന്നത്? ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പറയാം കേട്ടോ. അടുത്തതാണ്
ദ പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്, ഒന്നിലേറെ റെക്കോർഡ്സുകൾ വരുന്ന പേഷ്യന്റിനെ എന്താണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിലേറെ റെക്കോർഡുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. സാധാരണ നമുക്കറിയാലോ, ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഒരൊറ്റ യൂണിറ്റ് റെക്കോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു പേഷ്യന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ശ്രദ്ധിക്കുക കേട്ടോ, അവിടെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമുണ്ട്. Generally, each patient should have one record and one number. Due to improper system or carelessness of the MRP staff, the patients may have more than one record. സാധാരണ ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡാണ് ഉണ്ടാവുക, ഒരു യൂണിറ്റ് നമ്പർ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു റെക്കോർഡാണ് അവർക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ പലപ്പോഴും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലം ഒരു രോഗിക്ക് തന്നെ ചിലപ്പോൾ ഒന്നിലേറെ റെക്കോർഡുകൾ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരികയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പേഷ്യന്റിന് തന്നെ നിരവധി റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക നോക്കിയേ. ഇൻ ദാറ്റ് സർക്കംസ്റ്റൻസ് ഇറ്റ് ബിക്കംസ് കമ്പൾസറി ടു റീറ്റെയിൻ വൺ റെക്കോർഡ് ബൈ ക്യാൻസലിംഗ് അതേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല്, അതായത് ഒരേ ഒരു റെക്കോർഡിന് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, ഒരേ ഒരു റെക്കോർഡിനെ നിലനിർത്തുക, ബാക്കിയുള്ള എല്ലാ റെക്കോർഡുകളെ ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരു റെക്കോർഡിനെ മാത്രം നിലനിർത്തുക എന്നുള്ളത് കമ്പൾസറി ആണ്, നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരു റെക്കോർഡ് നമുക്ക് റീറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴും ഉണ്ട് അവിടെ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുക. ആ പ്രയോറിറ്റി ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അത് അവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. The suitable procedures are to retain a record as a priority. അതായത് നമ്മളിപ്പോ ഒരു റെക്കോർഡ്, നമ്മൾ പറഞ്ഞല്ലോ, ഒരു റെക്കോർഡിനെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള റെക്കോർഡുകൾ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരു റെക്കോർഡിനെ നമ്മൾ റിട്ടൈൻ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു റെക്കോർഡിനെ റീറ്റെയിൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രയോറിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രയോറിറ്റി എങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കുക? ഓക്കെ, വിച്ച് ഇസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. Second one, obstructive record. Thirdly, admitted record. And fourth priority is the oldest record. The remaining records must be cancelled and given a cross-reference number and bring all documents that include the investigation into the retained record. കണ്ടോ, ആ പ്രയോറിറ്റി ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എങ്ങനെയുള്ള റെക്കോർഡിനാണെന്ന് അറിയോ? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിനാണ്, MLC റെക്കോർഡുകൾക്കാണ് കേട്ടോ. മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഏത് റെക്കോർഡിനാണ്? ഏത് റെക്കോർഡിനാണ്? മെഡിക്കോ ലീഗൽ നേച്ചർ ഉള്ള മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് പ്രയോറിറ്റി പിന്നെ നമ്മൾ കൊടുക്കുക ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് അറിയാലോ, അമ്മയുടെയും കുഞ്ഞിന്റെയും ഒക്കെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനായിരിക്കും. തേർഡിലി മൂന്നാമത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് അഡ്മിറ്റഡ് റെക്കോർഡിനാണ് കേട്ടോ. അഡ്മിറ്റഡ് റെക്കോർഡിനാണ്. ദെൻ ഫോർത്ത് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഓൾഡസ്റ്റ് റെക്കോർഡിനാണ്, പഴയ റെക്കോർഡ്. എന്തുകൊണ്ട് പഴയ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്നിങ് റിലവന്റ് ഇൻഫർമേഷൻ. ചിലപ്പോൾ നിലവിലുള്ള റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പഴയ റെക്കോർഡ്. ഇപ്പൊ പഴയ റെക്കോർഡ് ആകുമ്പോൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തുകൂടെന്ന് തോന്നും. പഴയ റെക്കോർഡ് ആണെങ്കിൽ ഒരു പക്ഷെ ദാറ്റ് കണ്ടെയ്ൻഡ് റിലവന്റ് ഇൻഫർമേഷൻസ് ഉണ്ടാവാം അല്ലെ. അതായത് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഓൾഡസ്റ്റ് റെക്കോർഡ്, അതിനെയാണ് നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾക്കാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാണ്? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിന്. തേർഡ് പ്രയോറിറ്റി ഏതിനാണ്? അഡ്മിഷൻ റെക്കോർഡിന്. ഫോർത്ത് പ്രയോറിറ്റി ഏതിനാണ്? ഓൾഡസ്റ്റ് റെക്കോർഡ്. അപ്പൊ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്നിങ് റിലവന്റ് ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പ്രയോറിറ്റി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? ദ റിമൈനിങ് റെക്കോർഡ്സ് മസ്റ്റ് ബി ക്യാൻസൽഡ്. ബാക്കിയുള്ള റെക്കോർഡ്സുകൾ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്തിട്ട് given a cross reference numbers, അതിനൊരു ക്രോസ് റെഫറൻസ് നമ്പർ, ഒരു ഇൻഡു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കാം. നമ്മൾ എന്തിനു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ക്യാൻസൽ ചെയ്ത റെക്കോർഡാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാൻസൽ ചെയ്ത റെക്കോർഡാണെന്ന് തിരിച്ചറിയാനും നിലവിലുള്ള റെക്കോർഡുകളുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് റെഫറൻസ് നമ്പർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈ ക്രോസ് റെഫറൻസ് നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാനും അതുപോലെ അതിലെ വിവരങ്ങൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താനും മറ്റുമായിട്ടാണ്, ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ക്രോസ് റെഫറൻസ് നമ്പർ ഉപയോഗിക്കുന്നത്. അതുപോലെ
ക്യാൻസൽ ചെയ്ത റെക്കോർഡുകളൊക്കെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പറയുന്ന ക്രോസ് റെഫറൻസ് നമ്പർ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ വെറുതെ ക്യാൻസൽ ചെയ്ത് കളയുന്നതോടൊപ്പം നമ്മളൊരു ക്രോസ് റെഫറൻസ് നമ്പർ പറയാൻ പറ്റില്ല. പിന്നീട് ഒരു ആവശ്യം വന്നു അല്ലെ, പിന്നീട് ഇപ്പോ വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ വിവരങ്ങൾ വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെയുള്ള ക്രോസ് റെഫറൻസ് നമ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത റെക്കോർഡിൽ ട്രാക്ക് ചെയ്യാനും അതുപോലെ അതിലെ വിവരങ്ങൾ കംപ്ലീറ്റ് ലോസ് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും പിന്നീട് ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാനും നിലവിലുള്ള റെക്കോർഡുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കാനും അതുപോലെ അതിന്റെ വിവരങ്ങൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും മറ്റുമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്രോസ് റെഫറൻസ് നമ്പറുകൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആൻഡ് ബ്രിങ് ഓൾ ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ റീറ്റെയിൻഡ് റെക്കോർഡ്. അതിനുശേഷം നമ്മൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഡോക്യുമെന്റും നമ്മൾ റീറ്റെയിൻ ചെയ്ത റെക്കോർഡിനകത്തേക്ക് എന്ത് ചെയ്യാണ്? അറ്റാച്ച് ചെയ്യണം. അങ്ങനെ ഒറ്റ റെക്കോർഡായിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ മനസ്സിലാക്കുക കേട്ടോ, അതായത് റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ സിറ്റുവേഷനെ. ഇനി ഒരു രോഗിക്ക് തന്നെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങള്? അടുത്തതാണ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ. റെക്കോർഡ്സിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് നമ്മൾ തുടക്കം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല, ഒരു മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ പഠിക്കുന്നുണ്ട്. അതിന്റെ കണ്ടന്റിനെ പറ്റിയും അതിന്റെ കണ്ടന്റിനെ പറ്റിയും അതുപോലെ അതിന്റെ ക്യാൻസലേഷനെ പറ്റിയും വിവരങ്ങളെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യമാണ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അത് രണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. 2 പോയിന്റ് അവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ദ ഓതറൈസ്ഡ് പേഴ്സൺസ്. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. MRD. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. ആർക്ക് സപ്ലൈ ചെയ്യാൻ? എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തിന് മാത്രമാണ്? ടു ദ ഓതറൈസ്ഡ് പേഴ്സൺസ് കേട്ടോ. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്കത് റെക്കോർഡ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക? ഫസ്റ്റ് വൺ പേഷ്യന്റ് കെയർ. ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് കെയർ പർപ്പസ് അല്ലെ. അതെ, രോഗിയുടെ പരിചരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ രോഗിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ എന്തെങ്കിലും പ്രൊസീജിയറുകൾ നടത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് ഓതറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, അവർക്കൊക്കെ സപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഡോക്ടേഴ്സ്, നഴ്സസ് അങ്ങനെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാം. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ പർപ്പസസ്. MLC കേസുകൾ വരില്ലേ? MLC കേസുകൾ വരുമ്പോ പ്രധാനമായിട്ടും നമ്മൾ ആർക്ക് കൊടുക്കേണ്ടി വരും? ചിലപ്പോ പോലീസിനോ കോർട്ടിനൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് അവരാണ് അവിടുത്തെ ഓതറൈസ്ഡ് പേഴ്സൺസ് അല്ലെ. ഓക്കെ, അപ്പൊ മെഡിക്കോ ലീഗൽ കേസുകൾ, മെഡിക്കോ ലീഗൽ പർപ്പസ്, MLC കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടല്ലേ? എത്തിക്സിലെ ലീഗലിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ? കൊലപാതകങ്ങൾ, സൂയിസൈഡ് അങ്ങനെയൊക്കെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് പോലീസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഏജൻസികള്, കോർട്ട് പോലെയുള്ള കോർട്ടിനൊക്കെ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് വിതരണം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് കേട്ടോ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് അതായത് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ ഏജൻസികളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസിലൊക്കെ നമ്മൾ അക്രഡിറ്റേഷനെ പറ്റി പഠിക്കുന്ന, അംഗീകാരം കിട്ടാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റുകളും മറ്റുമൊക്കെ തയ്യാറാക്കാനും അങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് വിതരണം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർ ദ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ മീറ്റിംഗ്സ്.
ക്ലിനിക്കൽ മീറ്റിംഗ്സിന്റെ ഭാഗമായിട്ട് നേരത്തെ പറയുന്ന പോലെ തന്നെ ഡോക്ടേഴ്സ്, നഴ്സസ് അവർക്ക് വല്ല സെമിനാറുകളോ അല്ലെങ്കിൽ മെഡിക്കൽ എന്താ പറയാ മീറ്റിംഗ്സിന്റെ ക്ലിനിക്കൽ മീറ്റിംഗ്സിന്റെ ഭാഗമായിട്ടൊക്കെ മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാറുണ്ട്. പറഞ്ഞിരിക്കുക കേട്ടോ, മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനുള്ളത് എന്തൊക്കെ പർപ്പസുകളിലാണ്? ഫോർ ദ പേഷ്യന്റ് കെയർ, മെഡിക്കോ ലീഗൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാം. അത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? MRT ഡിപ്പാർട്ട്മെന്റിനാണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. അത് ഓർത്ത് വെക്കാം. രണ്ടാമത്തെ പോയിന്റും ശ്രദ്ധിക്കാം. In case of medical education and research, the records should not be sent out of the MRT. കണ്ടോ, രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യാറില്ല. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങള്? ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ, രണ്ട് റിസർച്ച്. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യില്ല? മെഡിക്കൽ റെക്കോർഡ്സുകൾ പാസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എന്തൊക്കെ കാര്യങ്ങൾക്ക് പാസ് ചെയ്യാം? പേഷ്യന്റ് കെയർ, മെഡിക്കോ ലീഗൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ക്ലിനിക്കൽ മീറ്റിംഗ്സിനൊക്കെ നമുക്ക് കൊടുക്കാം മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. പക്ഷെ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡുകൾ വിതരണം ചെയ്യില്ല. അത് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ഫോർ ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. ഇതിനൊക്കെയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ റെക്കോർഡുകൾ സെൻഡ് ചെയ്യില്ല. ഓക്കെ, എനിക്ക് പാസ് ചെയ്യില്ല. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ, MLC കേസുകളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നോക്കാം. There should be a central medico-legal register retained in the accident and emergency department under the control of the chief medical officer. Underline ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ആ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ അത് ആരുടെ കൺട്രോളിലായിരിക്കണം? ചീഫ് മെഡിക്കൽ ഓഫീസർ, CMOന്റെ കൺട്രോളിലായിരിക്കണം. ഓക്കെ, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എപ്പോ വേണമെങ്കിലും MLC കേസുകളൊക്കെ അങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് രേഖപ്പെടുത്താനായിട്ട് എല്ലാ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അത് ആരുടെ കൺട്രോളിലായിരിക്കണം? ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ ആയിരിക്കണം. ഇനിയോ, ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി, ഔട്ട്പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസസ് must be registered in the central medico legal register. അങ്ങനെ ഈ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന എല്ലാ കേസുകളും, അതുപോലെ തന്നെ ഔട്ട്പേഷ്യന്റ്, ഇൻപേഷ്യന്റ് സർവീസുകളിൽ നിന്നൊക്കെ വരുന്ന എല്ലാ കേസുകളും എവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം? പ്രത്യേകിച്ച് MLC കേസുകൾ, എല്ലാ കേസും എന്ന് പറഞ്ഞാൽ MLC കേസുകൾ നമ്മൾ ഈ പറയുന്ന രജിസ്റ്ററിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. MLC കേസുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു റെക്കോർഡിൽ, ഈ രജിസ്റ്ററിൽ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെയോ, എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി affixed on each registered case to make sure that the case has been registered. അപ്പോ ഓരോ കേസും രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിന്റെ മുകളിൽ അഫിക്സ് ചെയ്തിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്താനായിട്ട് രജിസ്റ്റർ ചെയ്ത കേസിന്റെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം. അപ്പൊ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്യാം. ഇനി എന്താണ്? ദ കംപ്ലീറ്റഡ് സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഹാസ് ടു ബി കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ MRO. ഇനി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകൾ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. MRO ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കസ്റ്റഡിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അതുകൂടാതെ all medico legal cases which are registered in the hospital should be intimated to the police through hospital administrator. Underline ചെയ്യാട്ടോ, through hospital administrator to make sure that the medico legal case records are completed. അങ്ങനെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ MLC കേസുകളും എന്ത് ചെയ്യണം? ഉടനടി പോലീസിനെ അറിയിക്കണം അല്ലെ? പോലീസിനെ ആരിലൂടെ അറിയിക്കണം? ത്രൂ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആരിലൂടെയാണ്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വഴിയായിട്ടാണ് അറിയിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കുക കേട്ടോ, ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകള് അത് പോലീസിന് ആര് മുഖേനയാണ് അറിയിക്കേണ്ടത്? ത്രൂ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിലൂടെ അത് എന്ത് ചെയ്തിരിക്കണം? പോലീസിനോട് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദാറ്റ് the medico legal case records are complete. Medico legal case റെക്കോർഡുകൾ എല്ലാം കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുന്നത് കേട്ടോ. ഓക്കെ, ദീസ് ഹാവ് ടു ബി കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ഓഫ് റെസ്പോൺസിബിൾ ഓഫീസർ ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കോ ലീഗൽ റെക്കോർഡുകളും നമ്മൾ വളരെ സേഫ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസറിന്റെ കസ്റ്റഡിയിൽ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിൾ ഓഫീസർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? MRO ആയിരിക്കും. മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കസ്റ്റഡിയിലായിരിക്കണം ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം തന്നെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നുമില്ല, അതായത് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ടായിരിക്കണം? സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അപ്പൊ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന കേസുകൾ, ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന കേസുകൾ, ഇൻപേഷ്യന്റ് ഉള്ള കേസുകൾ, എല്ലാത്തിനും MLC കേസുകൾ നമ്മൾ ആ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ മുമ്പിൽ ആയിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്തിരിക്കണം. അപ്പൊ സ്റ്റാമ്പ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കുന്നത്. അത് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ അണ്ടറിലാണ് കംപ്ലീറ്റ് ചെയ്ത രജിസ്റ്ററുകളെല്ലാം തന്നെ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും ഉടനടി തന്നെ പോലീസിനെ അറിയിക്കണം. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിക്കുക കേട്ടോ. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നാളെ ഹോളിഡേ ആണോ? അത് അറിയിക്കൂട്ടാ, അറിയിക്കൂട്ടാ. നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യൂട്ടാ. നാളെയാണോ വോട്ട്? നാളെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ആ ജില്ലകളിലൊക്കെ, തൃശ്ശൂരൊക്കെ നാളെയാണല്ലോ വോട്ട്. അതെ, അർച്ചന എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം ആലപ്പുഴ ജില്ല. കഴിഞ്ഞില്ലേ? ഇന്നലെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അല്ല, നിങ്ങളുടെ സ്ഥലം കൊടുങ്ങല്ലൂരല്ലേ? ആ, ഞങ്ങളുടെ കഴിഞ്ഞല്ലേ. ഞങ്ങൾ എറണാകുളം ജില്ലയിലല്ലേ? ഇതിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊടുങ്ങല്ലൂരൊക്കെ തൃശ്ശൂർ ജില്ലയിൽ വരും. അവർക്കൊക്കെ നാളെയാണ്. അല്ല, അപ്പൊ നിങ്ങള് തൃശ്ശൂർ ജില്ലയാണോ? അല്ല അല്ല, എറണാകുളമാണ്. ഇവിടുന്ന് കുറച്ച് സൈഡ് മാറിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. കൊടുങ്ങല്ലൂരൊക്കെ തൃശ്ശൂർ ഭാഗത്ത് വരും. കുറച്ച് ദൂരം കൂടെ ഉള്ളു. അവിടെ തൊട്ട് തൃശ്ശൂർ ജില്ലയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ കേട്ടോ. ആണോ? ഷംസീനിക്കൊക്കെ നാളെയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പോയി വോട്ടൊക്കെ ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് അറിയിക്കൂ കേട്ടോ. നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓഫീസിൽ നിന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഡൗട്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.